ഹായ് ടെസീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കൂന്തൽ നിറച്ചാണ് ഉണ്ടാക്കണേ. എൻ്റെ റെസിപ്പിയിൽ കൂന്തൽ 5 എണ്ണ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ചിലത് ലെങ്ത്ത് കൂടുതൽ തന്നെ ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്ത് അതിൻ്റെ മീറ്റ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൺ ചെയ്ത് ചട്ടി ചൂടായി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ, സവോള ഇട്ട് കൊടുക്കാനും പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പിലയും ഇടാം, മല്ലിയില ലാസ്റ്റ് ഇടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും മൂടി വെച്ചിട്ട് മസാല ഇടാണെങ്കിൽ വേഗം നമുക്ക് വഴങ്ങി കിട്ടും. ഇതായി മസാല ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിയിലിട്ട് മഞ്ഞൾപ്പൊടി കുറച്ചിടാം, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക്. ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചാൽ ഇട്ടിട്ട് കൊടുക്കാം. ഇതൊന്ന് സിമ്മിലിട്ട് മൂടി വയ്ക്കാം. വെള്ളം ഇറങ്ങി ഇത് വേഗം. അപ്പം നമ്മുടെ സ്ക്വിഡ് റെഡിയായി. ഒരു മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്യണം. നമുക്കതിൽ സ്ക്വിഡ് ചൂടാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ പോകണം. ഇതിലിങ്ങനെ നമ്മൾ കുത്തി നിറയ്ക്കണം കേട്ടോ. കുറേ ഷേപ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കണം. ഇതിങ്ങനെ നമ്മൾ ശരിക്കും ടൂപ്പിക്ക് വെച്ചാൽ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇത് സ്ക്യൂവർ വെച്ച് ഇതിങ്ങനെ കുത്തി വെച്ചു. അങ്ങനെ എല്ലാം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. എല്ലാം നമ്മളിത് നിറച്ചു. നമ്മളിതൊന്ന് സ്റ്റീം ചെയ്യാൻ പോകും. അപ്പം ചെമ്മിലെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് സ്റ്റീം ചെയ്തു. അപ്പം നമ്മുടെ സ്റ്റീം ചെയ്തതായിട്ടുണ്ട്. നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് കോക്കനട്ട് ഓയിൽ, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുരുമുളക്, കുറച്ച് ഗരം മസാല, കുറച്ച് ചില്ലി ഫ്ലേക്സ്, സോയാ സോസും ഒരു തുണ്ട് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കും. കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് സോയാ സോസ്. ഈ സ്ക്വിഡ് എടുത്തിടാം. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഗ്രേവി ഇത് സാധാരണ എല്ലാവരും വെളിച്ചെണ്ണയും മുളക് പൊടിയൊക്കെ വെച്ചിട്ടാട്ടോ. ഞാനിതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരു ചൈനീസും അല്ല, രണ്ടും മിക്സ് വരുന്നതാണ്. എന്താ വെച്ചാൽ ഗരം മസാലയൊക്കെ ഇട്ടതുകൊണ്ട് ഒരു ഇന്ത്യൻ ടച്ച് വരികയും ചെയ്യും. മുളക് പൊടി ഒട്ടും ഞാൻ ചേർത്തിട്ടില്ല. ഇത് ചെയ്തതിൽ ഇത്തിരി ചില്ലി ഫ്ലേക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ കൂന്തൽ നിറച്ചത് അല്ലെങ്കിൽ സ്ക്വിഡ് നിറച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇത് സാധാ കഴിക്കുന്നതിലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിൻ്റെ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോസ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.